ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ചന്ദ്രമതിക്ക് നല്ല തിരിച്ചടിയാണ് കേട്ടോ ശ്രീകാന്ത് കൊടുക്കുന്നത്. സച്ചിയെ വീട് വിട്ട് ഇറക്കുന്ന ആ സന്തോഷത്തിൽ ചന്ദ്രമതി ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം സച്ചി ആണെങ്കിലോ ചന്ദ്രമതിക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കുകയാണ്. രവീന്ദ്രനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുമെന്നുള്ള തീരുമാനമാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രനെ കൊണ്ടുപോവാന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് അത് താങ്ങാൻ കഴിയില്ല കേട്ടോ. ഈശ്വര, അവരില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ കഴിയില്ല എന്ന് ചന്ദ്രമതി മനസ്സിലാക്കാണ്. അങ്ങനെ ചന്ദ്രമതി ആകെ പെട്ടുപോവാണ്. അപ്പൊ ഈ സമയം സച്ചിയാണെങ്കിലോ, എൻ്റെ അച്ഛനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ അച്ഛൻ്റെ മകനാണ്. അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളാണെങ്കിലോ ഏത് സമയം സദാസമയവും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെയാണ്. അപ്പൊ അത് കേട്ടോടെ തന്നെ രവീന്ദ്രൻ പറയണേ, ചന്ദ്രമതി, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഇത് രണ്ടു മാത്രമല്ല നിന്റെ മക്കൾ. ഈ നിൽക്കുന്ന സച്ചിയും നിന്റെ മകനാണ്. മൂന്നും നിന്റെ മക്കളാണ്. നിന്റെ ഗർഭപാത്രത്തിൽ അവര് പ്രസവിച്ചുണ്ടാക്കിയതാണെന്ന് നീ ഓർക്കണം. അത് മറന്നു, പല പ്രാവശ്യം നീ മറന്നു പോകുന്നു. അത് കേട്ട ഉടനെ ചന്ദ്രമതിയുടെ ഈ വാക്ക് കേൾക്കുമ്പോ സച്ചി പറയണം, അച്ഛ, അവരോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആ രണ്ട് മക്കളെയല്ലേ ഇഷ്ടം. ചന്ദ്രമതി, നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇവന് പണയില്ലാന്ന് കരുതിയിട്ട് നീ ഇവനെ തള്ളിപ്പറയുന്നതും ഇവനോട് കാണിക്കുന്ന ഈ പ്രവൃത്തിയും ഈശ്വരൻ പോലും നിന്നോട് പൊറുക്കില്ലട്ടോ. അത് കേട്ട ഉടനെ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് സച്ചി പറയണേ, എന്ത് പണമുണ്ടെന്ന അച്ഛൻ പറയുന്നത്? അമ്മയുടെ രണ്ട് മക്കളെന്ന് പറയുന്ന മൂത്തവനാണെങ്കിലോ ഒരു കൂലിയും വേലയും ഇല്ലാതെ നടക്കുന്ന, വേറൊരുത്തനാണെങ്കിലോ അത്യാവശ്യം പണം കടത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനെല്ലാം വെച്ച മാർക്ക് പണമുണ്ടെന്ന അച്ഛൻ ഈ പറയുന്നത്. അത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ആടാ, നീ ഇങ്ങനെ തന്നെ പറയുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ പോലെയുള്ളവനെ ഇവിടെ വളർത്താൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഞാനതിന് നിൽക്കുന്നില്ല. കുറെ കാലമായി നിങ്ങൾ എൻ്റെ രേവതിയെ ഈ വീട്ടിലെ വീട്ടുവേലക്കാരിയായി നിങ്ങൾ ഇവിടെ നിർത്തുന്നു. അവൾ എല്ലാവരുടെയും വേലയും ചെയ്ത് അതിനുശേഷം അവളുടെ പണിയും ചെയ്ത് ഞാനും ഈ വീടിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും എനിക്കോ എന്റെ രേവതിക്കോ നിങ്ങൾ ഒരു വിലയും നിലയും തന്നിട്ടില്ല. എന്നാൽ നിങ്ങളുടെ മറ്റു രണ്ട് മരുമക്കൾ അവര് ചെയ്യുന്നത് എന്താ? അവര് ചെയ്യുന്ന പ്രവൃത്തികൾ എന്താ? എന്തെങ്കിലും ഒന്ന് ഇന്നേ വരെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? അവര് ഒരു നേരം പോലും ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? എന്റെ രേവതി ഈ കുടുംബത്തിന് വേണ്ടി 4 നേരം എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ടും അവൾക്ക് കിട്ടിയ ചീത്തപ്പേരെന്താ? പെരുങ്കള്ളി എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ ഒരു കുറ്റക്കാരിയാക്കുമ്പോ അമ്മ എന്താ ചെയ്തത്? അവളെ അതിനൊപ്പം നിൽക്കുകയല്ലേ ചെയ്തത്. അത് കേട്ട ഉടനെ രവീന്ദ്രൻ പറയണേ, ചന്ദ്രമതി, നീ ആ ചെയ്തത് ശരിയല്ല. അത് കേട്ട ഉടനെ സുധി പറയണേ, എന്താ അമ്മ ചെയ്തതിൽ തെറ്റ്? മോഷ്ടിക്കാൻ നിൽക്കരുതായിരുന്നു. മോഷണം ആരാടാ ചെയ്യുന്നത്? ആരാണെന്ന് ഞാനിപ്പോ ഇവിടെ വെളിപ്പെടുത്തണോ? അത് കേൾക്കുന്ന സുധിയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ചന്ദ്രമതി ആണെങ്കിലോ ദേഷ്യം പിടിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക്. ചന്ദ്രമതി പറയാണ്, ഞാൻ പറഞ്ഞു ഇവനുള്ള വീട്ടിൽ ഞാൻ നിൽക്കില്ലെന്ന്. അപ്പൊ ഉടൻ തന്നെ രവീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഈ സമയം ചന്ദ്രമതിക്ക് ഒരു സമാധാനമൊക്കെ ആവാണ്. തന്റെ ഭർത്താവ് പോയില്ലെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ രവീന്ദ്രൻ പിന്നീട് വരുന്ന വരവ് തന്റെ ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് വരുന്ന സീനാണ് കേട്ടോ. അച്ഛാ, നമുക്ക് പോവാ എന്ന് പറയട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി ആകെ പെട്ടുപോവാണ്. ഇതേ സമയം സുധി ചെന്നിട്ട് അമ്മയെ കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. അച്ഛൻ ഈ വീടിന്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ നമുക്കുണ്ടാവുന്നത് എന്താന്ന് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? അമ്മ ഇടപെടുന്നതിനെ ഇങ്ങനെയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കുടുങ്ങിലാവുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നാളെ അമ്മ സച്ചിയുടെ മുന്നിൽ തന്നെ കാല് പിടിക്കാൻ പോകേണ്ടി വരും. അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. അത് കേൾക്കുന്ന ചന്ദ്രമതി, ഈശ്വര, അത് ശരിയാണല്ലോ. അങ്ങേര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ സച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ ചെന്ന് പറയും നീ വീട് വിട്ട് ഇറങ്ങേണ്ടത്? അതും അവന്റെ കാല് പിടിക്കുന്നതും ഒരേപോലെയാണ്. അത് നടക്കത്തില്ല, അത് പറ്റത്തില്ല. ഈശ്വര, പെട്ടുപോയല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രമതി, നീ ചെയ്യുന്ന ഈ പ്രവൃത്തികളെല്ലാം ഈശ്വരൻ നാളെ നിന്നോട് ഒരു കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും. നീ നിന്റെ മരുമകളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ ഈ വാക്കുകളെല്ലാം നിനക്ക് തിരുത്തേണ്ട ഒരു ദിവസം വരും. ഓ, അങ്ങനെ അത് ഞാനങ്ങ് സഹിച്ചു എന്ന ഭാവത്തിൽ ചന്ദ്രമതി നിൽക്കാൻ കേട്ടോ. ഇതേ സമയം രവീന്ദ്രനും ഈ പറയുന്ന സച്ചിയും രേവതിയും കൂടി അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഭർത്താവിനെയാണ് അവിടെ എല്ലാവർക്കും മുന്നിൽ ഇട്ട് അടിച്ചത്. രേവതിയെ അമ്മക്ക് എന്നും ഇഷ്ടമല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. അമ്മയുടെ ഭർത്താവ്, അതായത് എന്റെ അച്ഛൻ അവിടെ അടിക്കുന്നത് കണ്ടാൽ ഞാൻ നോക്കി നിൽക്കാൻ വേണ്ട? വർഷയുടെ വീട്ടുകാർ എത്രത്തോളം വലിയ വീട്ടുകാരാണെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറയുമ്പോ, നിങ്ങളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഈ സച്ചിയും ഈ രേവതിയും എന്ത് ചെയ്യുന്നതിനും അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്നും പറഞ്ഞിട്ട് സച്ചി ആ വീടുമുറ്റത്തു നിന്നും ഇറങ്ങി പോവാനിട്ട് കൂടെ രവീന്ദ്രനും. അങ്ങനെ തന്റെ അച്ഛന്റെ കൈകൾ പിടിച്ച് സച്ചി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അങ്ങ് ശ്രീകാന്ത് എത്താനിട്ടോ. ശ്രീകാന്തിനെ കാണുന്നതിനോടുകൂടി ചന്ദ്രമതിക്ക് ഒരു സമാധാനമൊക്കെ ആവാണ്.
ശ്രീകാന്തിന്റെ കൂടെ വർഷയും ഉണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചന്ദ്രമതി നോക്കി നിൽക്കുന്നത്. ഈ സമയം ചന്ദ്രമതി ഓടിച്ചെല്ലാണ്. ശ്രീകാന്ത് എന്തായി വർഷ? അത് കേട്ടോടെ തന്നെ അവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അച്ഛനെ അടിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അച്ഛന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇത് കേട്ടോടെ തന്നെ എടാ നിന്നോടല്ലടാ ഞാൻ ചോദിച്ചത്, വർഷ എവിടെയെന്നല്ലേ ചോദിച്ചത്. അമ്മ ഒന്നും മിണ്ടാതിരിക്കുക. ഇപ്പൊ ഞാൻ ഈ കാര്യം അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛൻ ഇപ്പൊ ഇത് എങ്ങോട്ടാ ബാഗും പിടിച്ചു പോകുന്നത്? ഞാൻ ഈ വീട് വിട്ടിറങ്ങാണ്. അപ്പൊ കാറിൽ ഇങ്ങനെ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന സച്ചി ആയിരിക്കും കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീകാന്തിനെ കാണാൻ. ശ്രീകാന്തിന്റെ സംസാരം കാണുന്നതിനോട് എത്തിയോ, എല്ലാ പ്രശ്നത്തിനും തുടക്കം കുറിച്ചവൻ എത്തിയോ എന്ന് പറയുമ്പോ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഇവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാടാ നീ പറയുന്നത്? നിന്റെ ഭാര്യ രേവതിയല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്. അത് കേട്ട ഉടൻ തന്നെ പറയാണ് എന്റെ ഭാര്യ എന്ത് ചെയ്തു എന്ന് അമ്മ പറയുന്നത്. അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആരാണെന്ന് ഈ നിൽക്കുന്ന ശ്രീകാന്തിനോടൊന്ന് ചോദിച്ചു നോക്കുക. അത് കേട്ട ഉടൻ തന്നെ ശ്രീകാന്ത് പറയാണ് അല്ല അച്ഛൻ എന്തിനാ ഈ വീട് വിട്ടു? അച്ഛൻ മാത്രമല്ല ഞാനും പോവുകയാണ്, ഞാനും എന്റെ ഭാര്യയും ഇനി ഈ വിലയില്ലാത്ത വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് സച്ചി പറയുമ്പോ ഉടൻ തന്നെ ശ്രീകാന്ത് പറയണ് അതിന്റെ ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്തിരിക്കുന്ന വർഷയുടെ അച്ഛനാണ്. വർഷയുടെ അച്ഛൻ ചെയ്ത തെറ്റിന് എന്തിന് ഏട്ടന് ഈ വീട് വിട്ടിറങ്ങണം, അച്ഛൻ ഈ വീട് വിട്ടിറങ്ങണം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പൊ അത് കേൾക്കുന്ന സുധിക്കൊരു സമാധാനമാവാണ്. സുധിക്കാണെങ്കിൽ ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഈ വീട്ടില് സച്ചി ഉള്ളത് കൊണ്ടാണ് സുധിക്ക് നന്നായി അറിയാം. അങ്ങനെ സുധി ചെന്നിട്ട് പറയണേ അമ്മേ എടുത്തു ചാടി സച്ചിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചാൽ നഷ്ടമുണ്ടാവുന്നത് നമുക്ക് തന്നെയായിരിക്കും, അച്ഛനും കൂടെ പോകും. അത് അമ്മ ഒന്നും ആലോചിക്കുന്ന നല്ലതാണ്. ശ്രീകാന്ത് ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോ അമ്മ ഒന്നും പറയാൻ നിൽക്കേണ്ട എന്നിങ്ങനെ ആ വിധത്തിൽ സ്വകാര്യമായി പറയുന്നുണ്ട് കേട്ടോ. എന്താടാ നീ അമ്മയുടെ ചെവിയിൽ മുറുമുറു പറയുന്നു എന്നിങ്ങനെ സച്ചിയും സുധിയോട് ചോദിക്കുന്നുണ്ട് കേട്ടാ. ഈ സമയം ശ്രീകാന്ത് പറയാണ് എടുത്തു ചാടി ഇവിടെ നിന്നും ആരും പോവേണ്ട. വർഷയുടെ അച്ഛൻ ചെയ്ത തെറ്റിന് ഇവിടെ ഏട്ടത്തെയും ഏട്ടനൊന്നും കുറ്റക്കാരല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതാണ് നമ്മുടെ വീട്, അതറിയുന്നതല്ലേ. അത് കേട്ടോടെ തന്നെ ചന്ദ്രമതി ചോദിക്കുക അല്ല വർഷ എവിടെ? അവളുടെ ദേഷ്യവും വാശിയും ഒക്കെ കുറഞ്ഞതിന് ശേഷം അവൾക്ക് ബോധവും ബുദ്ധിയൊക്കെ വരുന്ന നിമിഷങ്ങളിൽ അവൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ. അത് കേൾക്കുന്ന ചന്ദ്രമതി പറയണേ എന്താണ് ഈ പറയുന്നത്? ഇനിയിപ്പോ വർഷ ഈ വീട്ടിലോട്ട് വരില്ലേ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ അവളുടെ അച്ഛനെ അടിച്ച ദേഷ്യമാണ് അവളുടെ മുന്നിലുള്ളത്. അതൊരു കാരണം അവൾ പറയുന്നു. എനിക്ക് എന്റെ അച്ഛനെ അടിച്ച ആ ദേഷ്യം എന്നിലും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എടാ നീ എന്തിനാടാ അവിടെ നിന്ന് ഇറങ്ങിയത്? നിനക്ക് വർഷയും കൊണ്ട് പോന്നാ മതിയായിരുന്നില്ലേ? അത് കേൾക്കുന്ന രവീന്ദ്രൻ എടി നിന്റെ മകന് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കല്ലേ നീ ചെയ്യേണ്ടത്. നിന്റെ മകൻ ഇങ്ങോട്ടേക്ക് വന്നത് അവന് ആണത്തമുള്ളത് കൊണ്ടാണ്, നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. അതേ കേട്ടോളന്ന് സച്ചിൻ ഇവര് പണത്തിന്റെ പിറകെയല്ലേ പോകുന്നത്, പണത്തിന്റെ പിറകെ പോകുമ്പോൾ ഇവർക്ക് കിട്ടാൻ കിടക്കുന്നത് ഇനി എന്ത് എന്ന് ഇവര് മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയണ അച്ഛാ ഇവിടെ നിന്നും അച്ഛനും സച്ചേട്ടനും രേവതി ചേച്ചിയൊന്നും ഇറങ്ങരുത്, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവണം. ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം കുറിച്ചത് അവിടെ എന്താണെന്നും എനിക്ക് നന്നായി അറിയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചേട്ടനും ഞാനും അവിടെ ഒരുപാട് അവഗണനയും മാറ്റി നിർത്തലൊക്കെ അനുഭവിച്ചു. ആ താലികെട്ടിൽ ചടങ്ങിനിടെ സച്ചേട്ടനെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ പലവരും ശ്രമിച്ചു. ആ സമയം സച്ചി ഇവരോടൊക്കെ എന്തിനാ നീ സംസാരിക്കാൻ നിൽക്കുന്നത് എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സമയം ശ്രീകാന്ത് പറയണേ ഇവിടെ നിൽക്കണം, അച്ഛൻ പോകരുത്, അച്ഛനുള്ള വീടാണ് ഈ വീട്, അതുകൊണ്ട് അച്ഛൻ ഇവിടെ ഉണ്ടാവണം എന്ന് പറയണ കേട്ടോ. അങ്ങനെ പോക്ക് തടയാൻ ശ്രീകാന്ത് വരുന്നത് കൊണ്ട് തന്നെ ചന്ദ്രമതി രക്ഷപ്പെടണം. ചന്ദ്രമതി പറയാൻ ഒരുങ്ങുന്ന ആ ഒരു സീനിലാണ് ശ്രീകാന്ത് എത്തുന്നത്. നീ പോകരുത് ഇവിടെ നിൽക്കുക എന്ന് പറയാൻ ഒരുങ്ങുന്ന സച്ചി രേവതി ഇറങ്ങുന്നത് ഇഷ്ടമാണ്. പക്ഷെ രവീന്ദ്രൻ ഇറങ്ങുമ്പോ താൻ ആകെ അമളി പറ്റിയതുപോലെ നിൽക്കുകയാണ്. അപ്പോഴാണ് തന്നെ രക്ഷിക്കാൻ ശ്രീകാന്ത് എത്തിയത് കേട്ടോ. അപ്പൊ എന്തായാലും വർഷയും ശ്രീകാന്തും ഇനി കുറച്ചു ദിവസം പിരിഞ്ഞു നിൽക്കും. ഇനി വർഷ സത്യങ്ങൾ അറിയുമ്പോ തന്റെ അമ്മക്കും അച്ഛനും കണക്കിന് കൊടുത്ത് ആ വീട് വിട്ട് ശ്രീകാന്തിന്റെ അടുത്തോട്ട് ഓടി വരുന്ന ആ കിടുക്ക രംഗമുണ്ട് കേട്ടോ.